സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സംസരസ്വത്യൈ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുകൃതികളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. പണ്ഡിതാഗ്രീസരൻ, ദേവിയുടെ ഇഷ്ടഭക്തൻ, ആയ ശ്രീ പാലേലി നാരായണ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീ നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീസ്തുതിയാണ്. ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി ഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവീ നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം ഭഗവതിക്കുള്ള നിവേദ്യമാണ്. ഇതിൽ 41 ദശകങ്ങളാണ് ഉള്ളത്. അതിൽ 1 മുതൽ 15 വരെയുള്ള ദശകങ്ങൾ നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ദശകം 16 നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാധ്യരായ ശ്രീ പാലേലി നാരായണ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീ നാരായണീയം എന്ന ഗ്രന്ഥത്തിലെ 16-ാമത്തെ ദശകം സുദർശനന്റെ വിവാഹരംഗമാണ്. ഈ ദശകത്തിൽ സ്തോത്രകാരൻ ആ വിവാഹരംഗത്തെയാണ് വർണ്ണിക്കുന്നത്. പാലേലി നാരായണ നമ്പൂതിരി സംസ്കൃതത്തിലും സാഹിത്യത്തിലും അഗാധമായ പാണ്ഡിത്യവും ദേവിയുടെ ഉപാസനയിൽ അനുപമമായ ഭക്തിഭാവവും മനസ്സിൽ നിറച്ചു വെച്ചിട്ടുള്ള അദ്ദേഹം 16-ാമത്തെ ദശകത്തിൽ സുദർശനന്റെ വിവാഹത്തെ, സുദർശനനിലൂടെ സുദർശനന്റെ വിവാഹരംഗം, ആ കഥയാണ് വിവരിക്കുന്നത്. ഇന്ന് നാം പഠന ക്ലാസ്സിൽ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന ശ്ലോകങ്ങൾ 9, 10, 11, 12 ഈ 4 ശ്ലോകങ്ങളാണ്. ആ 4 ശ്ലോകങ്ങളുടെ പാരായണം ആദ്യം നമുക്ക് ശ്രവിക്കാം. അതിനുശേഷം പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയും നമുക്ക് ശ്രവിക്കാം. എല്ലാവർക്കും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് വളരെ സ്നേഹത്തോടെ, ഭക്തിയോടെ, ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ദേവീ നാരായണീയം ദശകം 16 സുദർശന കഥ. ശ്ലോകം 9 പാരായണം. ഗതേഷു സർവേഷു സുദർശനസ്തു ത്വാം സംസ്മരൻ മാതൃഹിതാനുസാരി സുബാഹുനാ തന്നിശിതേന ദത്താം വധൂം യഥാ വിദ്യുദുവാഹ ദേവി
ശ്ലോകം 10. പ്രാതർയുധാജിത് പ്രബലോ വിവാഹവാർത്താം നിശമ്യാത്തരുഷാ സസൈന്യഃ സുദർശനം മാതൃവധൂസമേതം യാത്രോന്മുഖം ഭീമരവോരുരോധ. ശ്ലോകം 11. തതോരണീ ഘോരതരേ സുബാഹു ക്ലീം ക്ലീം ഇതീശാനി സമുച്ചചാര തത്രാവിരാസീ സമരാംഗണേ ത്വം സിംഹാധിരൂഢാ സ്വജനാർത്തിഹന്ത്രി. ശ്ലോകം 12. ത്വന്നാമഗായൻ കഥയൻ ഗുണാംസ്തേ ത്വാം പൂജയംശ്ചാത്ര നയാമി കാലം സ്വപ്നേപി ദൃഷ്ടാ ന മയാ ത്വമംബേ കൃപാ കുരു ത്വം മയി തേ നമോസ്തു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 9 പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം. പദച്ഛേദം നോക്കാം. ഗതേഷു സർവേഷു സുദർശനഃ തു ത്വാം സംസ്മരൻ മാതൃഹിതാനുസാരി സുബാഹുന തന്നിശി തേന ദത്താം വധൂം യഥാവിധി ഉദുവാഹ ദേവി. അന്വയാർത്ഥം നോക്കാം. സർവേഷു ഗതേഷു, എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ, സുദർശനഃ തു, സുദർശനനാകട്ടെ, മാതൃഹിതാനുസാരി, അമ്മയുടെ ഹിതമനുസരിച്ച്, അമ്മയുടെ ഇഷ്ടം അനുസരിച്ച്, ദേവി തന്നിശി, ആ രാത്രിയിൽ തന്നെ, തേന സുബാഹുന, ആ സുബാഹുവിനാൽ, ദത്താം വധൂം, നൽകപ്പെട്ട വധുവിനെ, ത്വാം സംസ്മരൻ, അവിടുത്തെ സ്മരിച്ച് കൊണ്ട്, യഥാവിധി ഉദ്വാഹ, യഥാവിധി വിവാഹം ചെയ്തു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ, വിവാഹം അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. എല്ലാവരും അവരവരുടെ വിജ്ഞാന വിശ്രമിക്കുവാനുള്ള ആ സ്ഥലത്ത് എല്ലാവരും അവിടെ പോയി വിശ്രമിച്ചാലും എന്ന് സുബാഹു പറഞ്ഞു. ശശികലയുടെ പിതാവായ സുബാഹുവിന്റെ അപേക്ഷ കേട്ട ആ രാജാക്കന്മാര് അവിടെയുള്ള സ്വന്തം വിശ്രമ മന്ദിരങ്ങളിലേക്ക് പോയി. ഇതിൽ എന്തൊക്കെയോ ഒരു ഗൂഢാലോചനകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് യുധാജിത്തിനെ പോലുള്ളവർ ഊഹിച്ചു. അങ്ങനെ ഊഹിച്ചു. എന്നിരുന്നാലും അവരും തൽക്കാലം വിശ്രമ മന്ദിരങ്ങളിൽ തന്നെ വിശ്രമിച്ച് സമയം കഴിച്ചു കൂട്ടി. രാത്രിയായപ്പോൾ സുബാഹു സുദർശനനെ തൻ്റെ അന്തഃപുരത്തിലേക്ക് ക്ഷണിച്ചു. ആ അന്തഃപുരത്തിൽ വെച്ച് അദ്ദേഹം തൻ്റെ പുത്രിയായ ശശികലയെ ആ സുദർശനന് നൽകുകയും ചെയ്തു. സുദർശനൻ എന്താ ചെയ്തത്? ആ തൻ്റെ അമ്മയായ മനോരമ, ആ മനോരമയുടെ അനുമതി വാങ്ങി, ആ ദേവിയായ ജഗദംബയുടെയും അനുമതിയോടുകൂടെ, അല്ലെങ്കിൽ ആ ലോകജനനിയായ അമ്മയെ മനസ്സിൽ സുദർശനൻ സ്മരിച്ചുകൊണ്ട് ശശികലയെ വിവാഹം ചെയ്തു. ദേവിയെ സ്മരിച്ചുകൊണ്ടാണ് സുദർശനൻ ശശികലയെ യഥാവിധി വിവാഹം ചെയ്തത് എന്ന് 9ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇനി 10ാമത്തെ ശ്ലോകം. ആ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ആദ്യം പദച്ഛേദം. പ്രാതഃ യുധാജിത് പ്രബലഃ വിവാഹവാർത്താം നിശമ്യ ആത്തരുഷ സസൈന്യഃ സുദർശനം മാതൃവധൂസമേതം യാത്രോന്മുഖം ഭീമരവഃ രുരോധ.
പ്രബലഹ യുധാജിത്ത്, പ്രബലനായ യുധാജിത്ത്. പ്രാതഃ വിവാഹ വാർത്താം, പ്രഭാതത്തിലെ കാലത്ത് രാവിലെ വിവാഹ വാർത്തയെ നിശമ്യ ആത്തരുഷ, ആ വിവാഹ വാർത്തയെ കേട്ട് അത്യധികം കോപത്തോടെ, വർദ്ധിച്ച കോപത്തോടെ, മാതൃവധൂ സമേതം, അമ്മയോടും വധുവിനോടും കൂടെ, മാതാവിനോടും വധുവിനോടും കൂടെ, യാത്രോന്മുഖം സുദർശനം, യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന സുദർശനനെ, സസൈന്യ സൈന്യങ്ങളോടുകൂടി, ഭീമരവഹ രുരോധ ഭീകര ശബ്ദം മുഴക്കിക്കൊണ്ട് തടഞ്ഞു. ഈ 10ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. യുധാജിത്ത് വളരെ പ്രബലനാണ്. പിറ്റേന്ന് പ്രഭാതത്തിലാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്താണെന്ന് നോക്കാം. പ്രബലനായ യുധാജിത്തും അദ്ദേഹത്തിന്റെ പക്ഷത്തുള്ളവരും, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ, പ്രഭാതത്തില് ശശികലയും സുദർശനനും തമ്മിൽ വിവാഹം ചെയ്ത വാർത്ത കേട്ടു. അത് കേട്ടപ്പോൾ വർദ്ധിച്ച കോപം സുദർശനനുണ്ടായി. വർദ്ധിച്ച കോപം യുധാജിത്തിനുണ്ടായി. ആ വർദ്ധിച്ച കോപത്തോടുകൂടി യുധാജിത്ത് സുദർശനനെ തടഞ്ഞു. കാരണം രാവിലെ യുധാജിത്ത് കേൾക്കുന്ന വാർത്ത എന്താണ്? ശശികലയും സുദർശനും തമ്മിൽ വിവാഹം ചെയ്തു എന്ന് കേട്ടു. ആ വാർത്ത കേട്ടിട്ടാണ് കോപം ഉണ്ടായത് യുധാജിത്തിന്. അങ്ങനെ വർദ്ധിച്ച കോപത്തോടെ സുദർശനനെ തടഞ്ഞു. യുധാജിത്തും അദ്ദേഹത്തിന്റെ പക്ഷത്തുള്ളവരും സംഗതികളെല്ലാം മനസ്സിലാക്കുകയും അവർ വഞ്ചിതരായി എന്ന് അവർക്ക് തോന്നി. യുധാജിത്ത് വളരെ പ്രബലനാണ്. വിവാഹ വാർത്ത കേട്ടു, അത്യധികം കോപിച്ചു, തങ്ങളെയൊക്കെ കബളിപ്പിച്ചിരിക്കുന്നു, എങ്കിൽ ഇതിന് പകരം ചോദിച്ചേ പറ്റൂ എന്ന് തീർച്ചപ്പെടുത്തി. മാതൃവധൂ സമേതം, അമ്മയോടും നവവധുവിനോടും കൂടി പുറപ്പെട്ട യാത്രോന്മുഖം സുദർശനം, യാത്രയ്ക്ക് ഒരുങ്ങി തൻ്റെ അമ്മയോടും തൻ്റെ വധുവിനോടും കൂടി യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ആ സുദർശനനെ സൈന്യങ്ങളോടുകൂടി ഭീമരവഹാരുരോധ, അതിഭീകരമായ ശബ്ദം മുഴക്കിക്കൊണ്ട് അല്ലെങ്കിൽ അട്ടഹസിച്ചുകൊണ്ട് സുദർശനനെ ഗോപുരദ്വാരത്തിൽ വെച്ച് അവിടെ വെച്ച് തടഞ്ഞു. അവിടെ ആണ് ദ്വാരത്തിൽ അങ്ങനെ കാത്തു നിൽക്കുകയാണല്ലോ സൈന്യസമേതം. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് യുധാജിത്തും സൈന്യങ്ങളും സുദർശനനെയും അമ്മയെയും വധുവിനെയും തടഞ്ഞു. ഗർജിച്ചുകൊണ്ടാണ് സുദർശനനെ യുധാജിത്ത് തടഞ്ഞത് എന്ന് 10ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്ലോകം 11, പദച്ഛേദം. അന്വയം വ്യാഖ്യാനം. പദച്ഛേദം. തതഃ രണേ ഘോരതരേ സുബാഹുഃ ക്ലീം ക്ലീം ഇതി ഈശാനി സമുച്ചചാര തത്ര ആവിരാസീഃ സമരാങ്കണേ ത്വം സിംഹാധിരൂഢ സ്വജനാർത്തിഹന്ത്രി. തതഃ രണേ ഘോരതരേ, തുടർന്ന് യുദ്ധം അതിഘോരമായി. അവിടെ സുദർശനെ തടഞ്ഞുവല്ലോ യുധാജിത്ത്. അപ്പോ അവിടെ യുദ്ധം തുടങ്ങി. അതിഘോരമായ യുദ്ധം തുടങ്ങിയപ്പോൾ ഹേ ഈശാനി സുബാഹു, അല്ലയോ ദേവി സുബാഹു, ക്ലീം ക്ലീം ഇതി സമുച്ചചാര, ക്ലീം ക്ലീം എന്ന് ഉച്ചരിച്ചു. ഭഗവതിയുടെ ദേവിയുടെ കാമരാജമന്ത്രം ക്ലീം ക്ലീം എന്ന് വളരെ ഉച്ചത്തിൽ ഉച്ചരിച്ചു. തത്ര സമരാങ്കണേ, ആ യുദ്ധരംഗത്ത് സ്വജനാർത്തിഹന്ത്രി, ഭക്തദുഃഖനാശിനിയായ ത്വം സിംഹാതിരൂഢ, അവിടുന്ന് ആ ദേവി സിംഹത്തിന്റെ കഴുത്തിലേറി ആവിരാസീഹി പ്രത്യക്ഷപ്പെട്ടു. ഈ 11ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. അതായത് സുദർശനെ തടഞ്ഞു അല്ലേ ഗോപുരദ്വാരത്തിൽ വെച്ചിട്ട്. ഈ സമയത്ത് തതഹാരണേ ഘോരതരേ, അതിഭീകരമായിട്ടുള്ള യുദ്ധമൊക്കെ ഉണ്ടായി.
ആ അമ്മയായ ദേവിയോട്, ഹേ ദേവി, സുബാഹു, ആ ദേവിയുടെ ഭക്തനാണ് സുബാഹു, അദ്ദേഹം ക്ലീം ക്ലീം ഇതി സമുച്ചചാര, ക്ലീം ക്ലീം എന്ന ദേവിയുടെ കാമരാജമന്ത്രം വളരെ ഉച്ചത്തിൽ ഭക്തിപൂർവം ജപിക്കാൻ തുടങ്ങി. ആര്? സുബാഹു. നമ്മൾ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, എവിടെ വിളി പൊങ്ങുന്നിതവിടെ ആ ചൈതന്യം എത്തുക തന്നെ ചെയ്യും. എല്ലാം മറന്നു വിളിക്കുവിൻ ഭക്തരെ, അങ്ങനെയല്ലേ? നമ്മളെല്ലാം മറക്കണം ഭഗവാനെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവതിയെ നാം ഭക്തിപൂർവം ഭജിക്കുകയാണെങ്കിൽ ഭക്തിയോടുകൂടി ഭജിക്കണം, എല്ലാം മറന്നു വിളിക്കണം. കരളുരുകിയൊന്നു വിളിച്ചെങ്കിൽ, അപ്പൊ ഇവിടെയും സുബാഹു കരളുരുകി ദേവിയെ വിളിച്ചു. എങ്ങനെയാണ് വിളിച്ചത്? ദേവിയുടെ കാമരാജമന്ത്രം ഉച്ചത്തിൽ ഉച്ചരിച്ചു, ക്ലീം ക്ലീം, അല്ലേ? അങ്ങനെ ആ ദേവിയെ വിളിച്ചപ്പോൾ തത്ര സമരാങ്കണേ, ആ യുദ്ധരംഗത്ത് സ്വജനാർത്തിഹന്ത്രി, തൻ്റെ ഭക്തന്റെ സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്ന ഭക്ത ദുഃഖനാശിനിയായിരിക്കുന്ന ജഗദംബിക, ത്വം സിംഹാതിരൂഢ, അവിടുന്ന് സിംഹത്തിന്റെ കഴുത്തിലേറി ആവിരാസീത്, പ്രത്യക്ഷപ്പെട്ടു. യുദ്ധരംഗത്ത് ഒരു സ്ത്രീയെയാണ് കണ്ടത്. ആര്? യുധാജിത്ത്. അത് കണ്ടപ്പോൾ യുധാജിത്തും കൂട്ടരും വളരെ ഹാസ്യഭാവത്തില് കളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു അത്രേ. യുധാജിത്തും ആ ജഗദംബികയായ ദേവിയും തമ്മിലാണ് പിന്നീട് ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നത്. അടുത്ത ആ രംഗമൊക്കെ നമുക്ക് അടുത്ത പഠനത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇവിടെ യുധാജിത്ത് ഗോപുരദ്വാരത്തിൽ വെച്ച് യുധാജിത്തും സുദർശനന്റെ പക്ഷക്കാരൻ തമ്മിലൊക്കെ യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് ശശികലയുടെ പിതാവായ സുബാഹു ഭഗവതിയുടെ കാമരാജമന്ത്രം വളരെ ഭക്തിയോടെ ജപിച്ചു. പെട്ടെന്ന് തന്നെ സിംഹാരൂഢയായ ദേവി യുദ്ധരംഗത്ത് പ്രത്യക്ഷയായി. അവിടെ ആ യുദ്ധരംഗത്ത് സ്ത്രീയെയാണ് കണ്ടത്. അത് കണ്ടപ്പോഴാണ് യുധാജിത്തും കൂട്ടരും വളരെ ഹാസ്യഭാവത്തിൽ പൊട്ടിച്ചിരിച്ചത്. ദേവിയും യുധാജിത്തും തമ്മിൽ ഏറ്റുമുട്ടി. 11ാമത്തെ ശ്ലോകത്തിലെ വ്യാഖ്യാനം ഇപ്രകാരമാണ്. ഇനി 12ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ത്വന്നാമ ഗായൻ കഥയൻ ഗുണാൻ തേ ത്വാം പൂജയൻ ച അത്ര നയാമി കാലം സ്വപ്നേ അപി ദൃഷ്ടാ ന മയാ ത്വം അംബേ കൃപാം കുരു ത്വം മയി തേ നമഃ അസ്തു. ഹേ അംബേ, അല്ലയോ ദേവി, അല്ലയോ ജഗദംബേ, ത്വന്നാമഗായൻ, അവിടുത്തെ നാമങ്ങൾ പാടിയും, തേ ഗുണാൻ കഥയൻ, അവിടുത്തെ ഗുണഗണങ്ങൾ കഥിച്ചുകൊണ്ടും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടും, ത്വാം പൂജയൻ, അവിടുത്തെ പൂജിച്ചുകൊണ്ടും, അത്ര കാലം നയാമി, ഇവിടെ ഞാൻ കാലം കഴിച്ചു കൂട്ടുന്നു. ത്വം സ്വപ്നേ അപി, അവിടുന്ന് സ്വപ്നത്തിൽ പോലും മയാന ദൃഷ്ട, എൻ്റെ മുമ്പിൽ അങ്ങ് ദേവി, അല്ലയോ ദേവി, അങ്ങ് എൻ്റെ മുമ്പിൽ സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ല. മയി ത്വം കൃപാം കുരു, എന്നിൽ അവിടുന്ന് കരുണ കാണിക്കൂ. തേ നമഃ അസ്തു, അവിടേക്ക് നമസ്കാരം, നമസ്കാരം. ഈ സുദർശന കഥയില് സുദർശനന് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു ദേവി, അല്ലേ? എന്നാൽ ശശികലയുടെ മുമ്പിലോ സ്വപ്നത്തിലായിരുന്നു, അല്ലേ? ദേവി യഥോചിതം പ്രത്യക്ഷപ്പെട്ടു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പ്രവേശിക്കുമ്പോൾ ഏതായാലും പാലേലി നാരായണ നമ്പൂതിരി തൻ്റെ ദശകം അമ്മയോടുള്ള അഭ്യർത്ഥനയോടുകൂടി അല്ലെങ്കിൽ അമ്മയോടുള്ള തൻ്റെ നമസ്കാരത്തോടുകൂടി സമർപ്പിക്കുകയാണ്. കാലം നയാമി, ഇവിടെ ഞാൻ കാലം കഴിച്ചു കൂട്ടുന്നു. ആര്? ഈ
പാലേലി നാരായണ നമ്പൂതിരി ഭഗവതിയോട് പറയാണ്, എങ്ങനെയാണ് കാലം കഴിച്ചു കൂട്ടുന്നത്? ത്വാം നാമഗായൻ, അവിടുത്തെ നാമങ്ങൾ പാടിക്കൊണ്ട്, തേ ഗുണാൻ കഥയൻ, അവിടുത്തെ ഗുണങ്ങളെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, ത്വാം പൂജയൻ, അവിടുത്തെ പൂജിച്ചും കൊണ്ട്. പക്ഷേ ത്വം സ്വപ്നേ അപി, അവിടുന്ന് സ്വപ്നത്തിൽ പോലും മയാന ദൃഷ്ട, അമ്മേ ദേവി, അമ്മയെ എനിക്ക് സ്വപ്നത്തിൽ പോലും കാണുവാനുള്ള അവസരം തന്നില്ല. എൻ്റെ മുമ്പിൽ ദേവി വന്നിട്ടില്ല, സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ല. മയീത്വം കൃപാം കുരു, അവിടുന്ന് എന്നിൽ കാരുണ്യം കാണിക്കണം, കാരുണ്യം കാണിക്കണേ ദേവി, പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ മുമ്പിൽ തേ നമഃ, അമ്മേ ദേവി, അവിടുത്തെ മുമ്പിൽ നമസ്കരിക്കുന്നു. തേ നമഃ അസ്തു, ഞാനിതാ അവിടുത്തെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. ദേവിയുടെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ് നമസ്കരിക്കുന്ന ആ സ്തോത്രകാരൻ, ആ സ്തോത്രകാരനോ അവിടുത്തെ ഇഷ്ടഭക്തനായ സ്തോത്രകാരൻ അല്ലേ? പാലേലി നാരായണ നമ്പൂരി ദേവിയുടെ ഇഷ്ടഭക്തനാണ്. അപ്പോ അവിടുത്തെ ഇഷ്ടഭക്തനായ സ്തോത്രകാരനെയാണ് നമ്മൾ ഈ 16-ാം ദശകത്തിന്റെ സമർപ്പണ ശ്ലോകത്തിൽ, ആ 12-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രകാരൻ കുണ്ഠിതപ്പെടുകയാണ്. എന്താണ്? തനിക്ക് സ്വപ്നത്തിൽ പോലും ദേവിയെ കാണാൻ സാധിച്ചിട്ടില്ല. ദേവിയുടെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണമിക്കുകയാണ് സ്തോത്രകാരൻ. അപ്പോ സ്തോത്രകാരൻ 16-ാമത്തെ ദശകത്തിന്റെ സമർപ്പണ ശ്ലോകത്തിൽ ദേവിയോട് വീണ് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, കരുണ വേണം, എന്നിൽ കരുണ കാണിക്കണം എന്ന്, അല്ലേ? നമുക്കും ആ ജഗദംബികയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് ഈ 16-ാമത്തെ ദശകം സമർപ്പിക്കാം. ആ ദേവി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 16 സുദർശന വിവാഹം. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ദശകം സമാപിക്കുകയാണ്. എല്ലാവരും വളരെ ഭക്തിയോടുകൂടി ദേവീനാരായണീയം പാരായണം ചെയ്ത് ഭഗവതിയുടെ പാദങ്ങളിൽ സമർപ്പിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും ജഗദംബ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.